ശ്രീ ശിവജിയാണ് തൃശ്ശൂരിൽ നിന്നും. ശ്രീ ശിവജി, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? ഈശ്വരാ, എന്തൊക്കെ സംഭവിക്കുവോ? ശിവജി എന്ന് പറയുന്ന ഒരു സംഖ്യയാണ് സംസാരിക്കുന്നത് കിരൺ സാറേ. നിന്നെ ആരാടാ ഇപ്പൊ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? ആരുടെ 16 അടിയന്തരത്തിനാടാ നീ വന്നത്? പ്രത്യേകം പറഞ്ഞേര് മറ്റേ പുള്ളിയോട്, നമ്മുടെ ദീപുവിനോട്, ഞാൻ സംഖ്യ തന്നെയാണ്. എന്ത് ചെയ്യുന്നു? എന്തും ചെയ്യും. അത് അറിയാമല്ലോ, നമുക്ക് അറിയാമല്ലോ ശിവജി സംഖ്യയാണെന്നുള്ള കാര്യത്തിൽ. മൂക്കി തൊടാ ഇങ്ങനെ തൊട്ടാ പോരെ, അതിന് ഇങ്ങനെ ചുറ്റണോ? കാര്യം പറഞ്ഞു തൊലയെണ്ണ. ഞാൻ പറയുന്നത് ഗോദ്രയിലെ കലാപവും ഞങ്ങൾ ഉണ്ടാക്കിയതാണ്. എന്റെ ഈശ്വര, എന്ത് തോന്നിയ സവനി പറയുന്നേ? നീ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇടപെട്ട് വഷളാവരുത്. ഗുജറാത്ത് കലാപവും ഞങ്ങൾ തന്നെ ഉണ്ടാക്കിയതാണ്. ഇവന്മാരെ ഞങ്ങൾ തട്ടിയതുവാ. എനിക്ക് പുത്തരി നിലങ്ങളെ എന്താ പ്രശ്നം? ഗ്രഹണ സമയത്ത് നൂർക്കോലിക്കും വിഷം ഉണ്ടാവുന്നുള്ളത് ശരി തന്നെ. അല്ല, അങ്ങനെയൊക്കെ വിശ്വസിക്കുന്നവർക്ക് എന്താണ് ഇവന്മാരെ ഞങ്ങൾ തട്ടിയതാന്നേ? അല്ല, വാസ്തവം അവരെ കൊണ്ട് ഇതിൽ കൂടുതൽ ഒന്നും ചെയ്യാൻ പറ്റുകയില്ല. തെണ്ടിത്തരന്നല്ലേ ഇതിന്റെ ഒക്കെ പേര്? അങ്ങനെയൊക്കെ നിങ്ങളുടെ പ്രശ്നം എന്താ? അങ്ങനെ ഇത് അന്തസ്സുള്ള ഇടപാടാണെന്ന് തോന്നണ്ട തമ്പുരാനെ. അത്തരം പ്രാകൃത ചിന്താഗതിയുമായി കഴിയുന്നവർക്ക് അങ്ങനെ കഴിയാം. ഇതൊരു പ്രത്യേകതരം സൂക്കേടാണ്. ചാണകത്തിൽ നിന്ന് കെട്ടിയതാവണം. തീവ്രവാദികളെ ഞങ്ങൾ തട്ടും, കൊന്നു കാറ്റ് കളയും ഞാൻ. മിസ്റ്റർ തങ്കപ്പൻ, മൈൻഡ് യുവർ വേർഡ്സ്, ഓക്കേ? ഇനിയും തട്ടും. അത് മുസ്ലിം അല്ലേ, അവനായാലും ശരി. സത്യം പറഞ്ഞ കാല് മടക്കി കരണത്തിട്ടൊരു തൊഴി വെച്ചു കൊടുക്കാൻ തോന്നി. തീവ്രവാദികൾ ആരാണെന്നൊക്കെ തീരുമാനിക്കുന്നത് താങ്കളാണ്. എനിക്ക് അതിനുള്ള അധികാരമുണ്ട്. ഈ ലോകം മുഴുവൻ തീവ്രവാദം ഇല്ലാത്ത, മുസ്ലിം തീവ്രമില്ലാത്ത ഒറ്റ രാജ്യം തനിക്ക് പറയാൻ പറ്റുമോ? കുറച്ച് മനുഷ്യപ്പറ്റോടും മര്യാദയോടും കൂടി പെരുമാറണം. ഞങ്ങൾ എന്ത് തെറ്റാണ് ചെയ്തത് നിങ്ങൾ ഇങ്ങനെ ചൂടാകാൻ? ഇന്ത്യയിലെ ഹിന്ദു തീവ്രവാദികളെ കുറിച്ച് താങ്കൾക്ക് എന്താണ് അഭിപ്രായം? അതെ, ആ സമയത്ത് അന്നശ്രീ ക്വസ്റ്റ്യൻസ് ചോദിക്കരുത്. ഇനിയിപ്പോ പൃഥ്വിരാജല്ല, ഭരത് ഗോപിയുടെ മകനല്ല, മോഹൻലാലല്ല, ഏതവരെ വിളിച്ചാലും ഇവനൊരു എല്ല് കൂടുതലാണല്ലോ. ആരാടാ നീ? പിന്നെ ഞങ്ങൾക്ക് പറയാനുള്ള സ്വാതന്ത്ര്യം ഇല്ലെന്നോ? ഞങ്ങൾക്ക് പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട്. ഞങ്ങൾ പറയും. അല്ലെങ്കിൽ തന്നെ ഈ നാട്ടില് ആവശ്യത്തിന് പ്രശ്നങ്ങളും കുഴപ്പങ്ങളും ഒക്കെ ഉണ്ട്. ഞങ്ങൾക്ക് പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട്. ഞങ്ങൾ പറയും. പറയാം, പക്ഷെ വിവരക്കേടാവരുത്. ആളുകൾ ചിരിക്കുകയാണെന്നൊക്കെ കേട്ടിട്ട് പൃഥ്വിരാജൻ IS ബന്ധം എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ട്. സംഖ്യയൊക്കെ എന്താ വല്ല കുറവുണ്ടോ? സംഖ്യ സംസാരിച്ച് ആരെ ചോദിക്കാൻ? എന്റെ അടുക്ക് ആളാവാൻ നോക്കിയാലുണ്ടല്ലോ. ഏത് അന്തംഗമ്മി എവിടെയുള്ള? ഏത് അന്തംഗമ്മി ദിബു എവിടെയുള്ള? പോടാ ദിബു. എന്റെ മുടിപ്പര അമ്മജി രണ്ടരി ജമ്മം. ദിബു, നീ നിന്റെ പണി നോക്കാൻ അന്തംഗമ്മി. ദീപു തുടക്കം മുതൽ തന്നെ ദീപുവിന്റെ രാഷ്ട്രീയം അങ്ങനെ ഇടതുപക്ഷ രാഷ്ട്രീയമാണ് തുറന്നു പറയുന്ന ആളാണ്. വിമർശനമാണ് ഉന്നയിക്കുന്നത്, അല്ലാതെ താങ്കളെ തെറി വിളിക്കുന്നില്ലല്ലോ. നിങ്ങൾ എന്നിൽ നിന്ന് അത്ര പ്രതീക്ഷിച്ചായിട്ടോ. ഞാൻ അല്പം ഡീസന്റ് ആയി പോയതുകൊണ്ട് നിന്നെ പോലെ തറയാവാൻ എന്നെ കൊണ്ട് പറ്റില്ല കേട്ടോ. പക്ഷെ ഇങ്ങനെ ആരാണ് മറ്റേതാണെന്നൊക്കെ പറഞ്ഞ് തെറി വിളിക്കുക എന്ന് പറയുന്നത് താങ്കൾ ആദ്യം പറഞ്ഞതുണ്ടല്ലോ, അത് മനുഷ്യർക്ക് പറ്റുന്നതല്ല. ആ പറഞ്ഞതാണ് ശരി. ഞങ്ങളാണ് കൊന്നത്, നിങ്ങൾക്ക് എന്ത് വേണമെന്ന് ചോദിക്കുന്ന ചോദ്യം എന്ന് പറയുന്നത് മനുഷ്യർക്ക് പറ്റിയല്ല. അത് മൃഗങ്ങൾക്കോ മൃഗങ്ങളുടെ അവസ്ഥയിൽ നിന്ന് ചിന്തിക്കുന്നവർക്കോ മാത്രം പറ്റുന്ന ഒന്നാണത്. അത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്നതുമല്ല. മോനെ, ഞാൻ മുഖസ്തുതി പറയാന്ന് വിചാരിക്കരുത്. നീ ഒന്നും ഈ ജന്മത്ത് നന്നാവില്ല കേട്ടോ.